നിങ്ങൾക്ക് ഉഴുന്നുവട കഴിക്കാൻ ഇഷ്ടമാണോ? എന്നാൽ ഈ വീഡിയോ ഉഴുന്നുവട കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്കും കൂടിയിട്ടുള്ളതാണ്. ഉഴുന്നുവട എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു സാധനമായിരുന്നു, പക്ഷേ ഇത് കഴിച്ചു നോക്കുന്നത് വരെ. ഇതിനെ നമുക്ക് ഉഴുന്നുവടയുടെ അനിയനായിട്ടോ അനിയത്തിയായിട്ടോ ഒക്കെ കണക്കാക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള സാധനമാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നല്ല കറുമുറാന്നിരിക്കുന്ന ഈ ഒരു പലഹാരം തയ്യാറാക്കാൻ വളരെ സിമ്പിളാണ്. ആദ്യമായിട്ട് 1 കപ്പ് ഉഴുന്ന് കുതിരാൻ വേണ്ടി വയ്ക്കുക. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അത് കുതിരാൻ വേണ്ടി വയ്ക്കുക. ഒരു 2-3 മണിക്കൂർ കൊണ്ട് തന്നെ ഉഴുന്ന് കുതിർന്ന് കിട്ടുന്നതാണ്. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കുറ്റിക്കളഞ്ഞ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അധികം വെള്ളം ഒഴിക്കരുത്, പേരിന് ഇതൊന്ന് അരയാൻ വേണ്ടി മാത്രമാണ്. പിന്നെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് ഉഴുന്നൊക്കെ കടിക്കാനുണ്ടായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് അരച്ചെടുക്കാം. ഉഴുന്നുവടയുടെ അത്ര കട്ടിയിൽ നമുക്ക് എന്തായാലും ഇത് കിട്ടില്ല, പക്ഷെ എന്നാലും അധികം ലൂസും ആകരുത്. അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിതിനെ അരച്ചെടുക്കാം. അതിലേക്ക് കുനുകുനാ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഉള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനങ്ങനെ പ്രത്യേകിച്ചൊരു അളവൊന്നുമില്ല. ഞാനിവിടെ ഒരു ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഒരു കറിവേപ്പില, ഇതൊക്കെയാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് റവ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. റവ എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ക്രിസ്പിനെസ് ഇതിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് റവ കൂടെ ചേർക്കുന്നത്. റവ കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ ഇത് ചുട്ടെടുക്കാവുന്നതാണ്. നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാനോ ചീനച്ചട്ടിയോ ഉരുളിയോ അങ്ങനെ ഏതിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. ഞാനൊരു ഷേപ്പൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ഒരു അപ്പക്കാര ഉണ്ണിയപ്പച്ചട്ടി എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ തയ്യാറാക്കുമ്പോൾ കുറച്ചൊക്കെ റൗണ്ട് ഷേപ്പ് അതിന് കിട്ടും. ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേരും എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് ഈ ഒരു പലഹാരം കഴിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് വന്ന ശേഷമാണ്. അപ്പോൾ അവരിതിനെ പറയുന്ന പേര് കേട്ടാൽ ശരിക്കും ചിരി വരും. അവരിതിന് അമ്പട എന്നാണ് ഈ പലഹാരത്തിന് പറയുന്നത്. എവിടുന്നാണ് ഇതിന് അങ്ങനെ ഒരു പേര് വന്നതെന്ന് അറിയില്ല. ആദ്യമൊക്കെ ഈ ഒരു പലഹാരത്തിൻ്റെ പേര് പറയുമ്പോൾ എനിക്കും ചിരി വരുമായിരുന്നു. പിന്നെ ഇത് ഉണ്ടാക്കിയും കഴിച്ചും ശീലമായതുകൊണ്ട് ഇപ്പോൾ ഞാനും അമ്പട എന്ന് തന്നെയാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഇതിന് നല്ലൊരു പേര് ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇതിൽ സജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ഇതിൻ്റെ പേര് അങ്ങോട്ടേക്ക് മാറ്റാം. അങ്ങനെ എണ്ണ ചൂടായി വരുമ്പോൾ ഓരോന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് നുള്ളി എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറിയൊരു ബ്രൗൺ കളറിലേക്ക് അത് മാറുമ്പോൾ അത് മറിച്ചിട്ട് കൊടുക്കാം. അത് മറിച്ചിട്ടിട്ട് നല്ല ഒരു ഗോൾഡൻ ബ്രൗണിലേക്ക് ആവുന്നത് വരെ നമുക്കത് എണ്ണയിൽ നന്നായി പൊരിയട്ടെ. എന്നിട്ട് അതിന് ശേഷം അതിനെ ഓരോന്നോരോന്നായിട്ട് കോരിയിട്ട് മാറ്റാം. അങ്ങനെ ഓരോരോ ബാച്ചായിട്ട് ഇതിലൊക്കെ മാവ് തീരുന്നത് വരെ നമുക്കിതിനെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ അമ്പടക്കുട്ടന്മാരെല്ലാം എണ്ണയിൽ അങ്ങനെ കുളിച്ച് റെഡിയാവട്ടെ. ആ സമയത്ത് ഞാനൊരു കാര്യം കൂടെ പറയാം. ഞാൻ ഇതിന് മുന്നേ ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു, വീട്ടിൽ ഹോം മെയ്ഡ് ഗീ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറയുന്നൊരു വീഡിയോ. അപ്പോൾ അതിന് നല്ല റെസ്പോൺസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല വ്യൂസ് ഉണ്ട്, ലൈക്സൊക്കെ കിട്ടി. അപ്പോൾ അതിൽ കുറച്ച് ആളുകൾ എന്നോട് പേഴ്സണലി മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് സെയിലുണ്ടോ, ഓർഡർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. എനിക്ക് സെയിലില്ല, ഞാൻ വീട്ടിലേക്കുള്ള ആവശ്യത്തിന് മാത്രമാണ് ഗീ ഉണ്ടാക്കുന്നത്. പക്ഷേ അങ്ങനെ സെയിലുള്ള നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്ന ആളുകൾ എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ ആ ഒരു നമ്പർ ഞാനിതിൽ കാണിച്ചു തരാം. ആ ഒരു ആൾക്കാരെ ഞാനിതിൻ്റെ വീഡിയോയിൽ ടാഗും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ പ്രൊഫൈലിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ അവർ നിങ്ങൾക്ക് ഗീ എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നല്ല പ്യുവറായിട്ടുള്ള ഹോം മെയ്ഡ് ഗീ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെ നമ്മുടെ അമ്പടക്കുട്ടന്മാരെല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ അധികം ചൂടാറാൻ വേണ്ടി വെക്കേണ്ടതില്ല. നല്ല ക്രിസ്പായിട്ടുള്ള ഈ ഒരു സമയത്ത് തന്നെ ഇതിനെ നമുക്ക് കഴിക്കാം. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ കോമ്പിനേഷൻ സാമ്പാറിൻ്റെ കൂടെ ആണെങ്കിലും ഇവിടെ വീട്ടിലെല്ലാവർക്കും താല്പര്യം ചട്നിയാണ്. അപ്പോൾ ഇതാവുന്ന സമയത്ത് ഞാൻ ചട്നി കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ചട്നി കൂട്ടി നല്ലൊരു പിടി പിടിക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു പലഹാരം ഉണ്ടാക്കി നോക്കുക. ട്രസ്റ്റ് മീ ഗൈസ്, ഇതിന് നല്ല ടേസ്റ്റാണ്. ഞാൻ ചുമ്മാ പറഞ്ഞതൊന്നുമല്ല. രൂപം മാറുമ്പം ടേസ്റ്റിലും വ്യത്യാസം മാറുമെന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണമായിരിക്കും ഈ സാധനം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഉഴുന്നാണെങ്കിലും ടേസ്റ്റിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക.